ചന്ദ്രനിൽ ഉടനൊരു വൻ സ്ഫോടനമുണ്ടാകുമെന്ന ആശങ്കയിലാണിപ്പോൾ ശാസ്ത്രലോകം. ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുന്ന സ്പേസ് എക്സ് റോക്കറ്റ് മണിക്കൂറിൽ 8700 കിലോമീറ്റർ വേഗതയിൽ ചന്ദ്രനിൽ പതിക്കാനൊരുങ്ങുന്നതായാണ് സൂചന. റോക്കറ്റിന്റെ അപ്പർ സ്റ്റേജ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുകയും ഒരു ഗർത്തം രൂപപ്പെടുകയും ചെയ്യും. ഇതുമൂലം വലിയ രീതിയിൽ പൊടിയും അവശിഷ്ടങ്ങളും ഉയരുകയും ചെയ്യുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രനിലേക്ക് 2 ലാൻഡറുകൾ അയക്കുവാൻ ഉപയോഗിച്ച റോക്കറ്റാണ് ലക്ഷ്യം തെറ്റിയപ്പോൾ ചന്ദ്രനിൽ ഇടിക്കാനൊരുങ്ങുന്നത്. മണിക്കൂറിൽ 5400 മൈൽ, അതായത് 8700 കിലോമീറ്റർ എന്ന വേഗതയിൽ ചന്ദ്രന്റെ പ്രകാശമുള്ള പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഐൻസ്റ്റീൻ ഗർത്തത്തിന് സമീപമാകും റോക്കറ്റ് ഇടിച്ചിറങ്ങുക. ഭൗമോപഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന കൂട്ടിയിടിയെക്കുറിച്ച് പഠിക്കുവാനും വർദ്ധിച്ചുവരുന്ന ബഹിരാകാശ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനും ശാസ്ത്രജ്ഞർക്ക് ഇത് അവസരമൊരുക്കും. അമേരിക്കയുടെയും കാനഡയുടെയും കിഴക്കൻ ഭാഗങ്ങളിലും തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കൂട്ടിയിടി വ്യക്തമായി കാണാനാകുമെന്നാണ് സൂചന. 3 ടൺ TNT സ്ഫോടനത്തിന് തുല്യമായ ഊർജ്ജമാണ് ഈ കൂട്ടിയിടിയിലൂടെ പുറന്തള്ളപ്പെടുകയെന്നാണ് കരുതുന്നത്. ഈ സ്ഫോടനത്തിന്റെ പ്രകാശം 1 സെക്കൻഡിൽ താഴെ മാത്രമാകും നീണ്ടു നിൽക്കുക. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് ഇത് കാണാൻ പ്രയാസകരമായിരിക്കും. എന്നാൽ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ ടെലിസ്കോപ്പുകൾ വഴി കാണാൻ സാധിക്കും. ചന്ദ്രനിലെ കുറഞ്ഞ ഗുരുത്വാകർഷണമാണ് ഇതിന് കാരണം. കൂട്ടിയിടി വലിയ ആശങ്ക സൃഷ്ടിക്കുന്നില്ലെങ്കിലും കൂടുതൽ ബഹിരാകാശ മാലിന്യം ഭ്രമണപഥത്തിൽ നിറയുന്നത് അപകടകരമാണെന്ന് വിദഗ്ധർ സൂചിപ്പിക്കുന്നു. റോക്കറ്റ് ചന്ദ്രനിൽ ഇടിപ്പിക്കുവാൻ സ്പേസ് എക്സിന് ലക്ഷ്യമുണ്ടായിരുന്നില്ല. എന്നാൽ റോക്കറ്റിന്റെ അപ്പർ സ്റ്റേജ് സൂര്യന്റെ ഭ്രമണപഥത്തിലേക്ക് മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ സംഭവം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏകദേശം 12 മീറ്റർ നീളവും 4500 കിലോഗ്രാം ഭാരവുമുള്ള ഈ ഭാഗം കൂട്ടിയിടിക്കുമ്പോൾ 27 മീറ്റർ വീതിയും 5 മീറ്റർ ആഴവുമുള്ള ഗർത്തമാകും ഉണ്ടാവുക. നാസയുടെ ലൂണാർ റീകണൈസൻസ് ഓർബിറ്റർ, ദക്ഷിണ കൊറിയയുടെ ധനൂരി എന്നീ പേടകങ്ങൾ ഈ കൂട്ടിയിടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയേക്കും. കൂട്ടിയിടിക്ക് 2 മിനിറ്റ് മുൻപ് ധനൂരി പേടകത്തിന് ഇതിന് തൊട്ടടുത്തുകൂടി കടന്നുപോകാൻ സാധിച്ചേക്കും. 1 സെക്കൻഡിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ കൂട്ടിയിടിയിലൂടെ പുറന്തള്ളപ്പെടുന്ന വസ്തുക്കൾ ബഹിരാകാശത്തേക്ക് മൈലുകളോളം നീളും. ദൂരദർശിനികളിലൂടെ മിനിറ്റുകളോളം അത് ദൃശ്യമാവുകയും ചെയ്യും. ഭാവിയിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഈ അവശിഷ്ടങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. 2025 ജനുവരി 15-നാണ് 2 സ്വകാര്യ ലൂണാർ ലാൻഡറുകളെ വഹിച്ചുകൊണ്ട് ഇത് വിക്ഷേപിച്ചത്. വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ പേടകമായ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് ആയിരുന്നു ഇവയിൽ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് ജപ്പാൻ ആസ്ഥാനമായുള്ള ഐസ്പേസിന്റെ ലാൻഡർ ആയിരുന്നു. അത് തകരുകയും ചെയ്തു. ചന്ദ്രനിലേക്ക് ചിഹ്നഗ്രഹങ്ങളും മറ്റ് പ്രകൃതിദത്ത വസ്തുക്കളും മുന്നറിയിപ്പില്ലാതെ എത്തുന്നുണ്ടെങ്കിലും മനുഷ്യനിർമ്മിത വസ്തുക്കളുടെ കൂട്ടിയിടികളിൽ നിന്ന് കൂടുതൽ പഠിക്കാനുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. വരും വർഷങ്ങളിൽ ചന്ദ്രനിൽ ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കുവാൻ അമേരിക്കയും ചൈനയും മത്സരിച്ച ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങളും ഉണ്ടാകുന്നത്. അതേസമയം ചന്ദ്രനിൽ ഇത്തരത്തിൽ ഇടിക്കുന്ന 2ാമത്തെ റോക്കറ്റാണിത്. 2022-ൽ ചൈനയുടെ റോക്കറ്റ് ഭാഗം ചന്ദ്രന്റെ മറുഭാഗത്ത് പതിച്ച് 2 വലിയ ഗർത്തങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ചന്ദ്രന്റെ മുൻഭാഗത്താണ് അപകടം സംഭവിക്കുക. ഭാവിയിൽ ചന്ദ്രനിൽ ബഹിരാകാശ നിലയങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ വലിയ വെല്ലുവിളിയാകുമെന്ന ആശങ്കയും ശാസ്ത്രലോകത്തിനുണ്ട്.